സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് 6 ഇംഗ്ലീഷിൻ്റെ പൂർവി എന്ന് പറയുന്ന പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ നെക്സ്റ്റ് ലെസൺ ആണ്. ഫസ്റ്റ് ലെസൺ നമ്മൾ പഠിച്ചു. അടുത്തത് ദ റേവൻ ആൻഡ് ദ ഫോക്സ് എന്നാണ് ലെസണിൻ്റെ പേര്. ഇതൊരു പോമാണ്. അപ്പം റേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലിക്കാക്ക, അതായത് നമ്മുടെ സാധാരണ കാക്കയെക്കാട്ടിൽ വലിയ ബീക്കും സൈസിലും വലുതായിട്ടുള്ള ബേർഡ്സിനെയാണ് നമ്മൾ റേവൻ എന്ന് പറയുന്നത്. കാഴ്ചയിൽ കാക്കയെ പോലൊക്കെ ഇരിക്കും. ഫോക്സ്, കുറുക്കൻ അറിയാമല്ലോ നമുക്ക്. എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നില്ല, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് ലെസണിലേക്ക് പോകാം. ലെറ്റ് us ഡു ദീസ് ആക്ടിവിറ്റീസ് ബിഫോർ വി റീഡ്. നമ്മൾ ലെസൺ വായിക്കുന്നതിന് മുമ്പ് കുറച്ച് ആക്ടിവിറ്റീസ് തന്നിരിക്കുകയാണേ. വി ന്യൂ ദാറ്റ് ദ ഫ്രോക്സ് ക്രോക്ക്. ഫ്രോക്സിൻ്റെ സൗണ്ട് നമ്മൾ ക്രോക്ക് എന്ന് പറയുന്നത്. ക്രോം ക്രോം എന്നാണ് അത് അലയ്ക്കുന്നത്. നിങ്ങൾക്കറിയാമോ റേവൻസും എങ്ങനെയാണ് അവരുടെ സൗണ്ട് നമ്മൾ പറയുന്നത്? ക്രോക്ക് എന്നാണ്. നമ്മൾ കേൾക്കുന്നത് കാക്കയുടെ ശബ്ദം പോലെ തന്നെ, പക്ഷേ കാക്കയുടെ ശബ്ദത്തിൻ്റെ കൂട്ടല്ല, കുറച്ചുകൂടെ വലിയ റഫായിട്ടുള്ള സൗണ്ടാണ് ക്രോക്ക്, ഈ റേവൻസിൻ്റെ സൗണ്ട്. വിച്ച് ആനിമൽ ഈസ് ഷോൺ ഇൻ ദ കണ്ണിങ് ഇൻ സ്റ്റോറി? സർക്കിൾ ദ കറക്റ്റ് ആൻസർ. ഈ സാധാരണ സ്റ്റോറികളിലൊക്കെ വളരെ കണ്ണിങ്, കൗശലക്കാരനായിട്ട് ആരെയാണ് പറയുന്നത്? ടൈഗർ, ഫോക്സ്, ബെയർ. ആരെയാണ്? ഫോക്സിനെയാണ് അല്ലേ, കുറുക്കനെയാണ് പറയുന്നത്. ലെറ്റ് us read. നമുക്ക് ലെസണിലേക്ക് പോകാമേ. മിസ്റ്റർ റേവൻ വാസ് പെർച്ച്ഡ് അപ്പോൺ എ ലിംബ്. ഒരു റേവൻ്റെ ഫോക്സിൻ്റെയും കഥയാണ് നമുക്ക് പറയുന്നത് കേട്ടോ. മിസ്റ്റർ റേവൻ was perched upon a limb, and Reynard the fox looked at him. For the raven held in his great big beak a morsel the fox would go far to seek. മിസ്റ്റർ റേവൻ, നമ്മുടെ ബലിക്കാക്ക, അതിന് പറയുന്ന പേര് നമ്മൾ മിസ്റ്റർ റേവൻ തന്നെയാണ് പറയുന്നത്. വാസ് പേർച്ച്ഡ് എന്ന് പറഞ്ഞാൽ ചേക്കേറുക, ഏതെങ്കിലും മരത്തിലേക്ക് പറന്നു വന്നിരിക്കുന്നതിനാണ് പേർച്ച്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലിംബ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എ ട്രീ, അതിനാണ് നമ്മൾ ലിംബ് എന്ന് പറയുന്നത്. അപ്പം മിസ്റ്റർ റേവൻ എന്ത് ചെയ്തു? ഒരു ട്രീയുടെ ബ്രാഞ്ചിലേക്ക് പറന്നു വന്നിരുന്നു. ആൻഡ് റെയ്നാർഡ് ദ ഫോക്സിൻ്റെ പേരെന്താണ്? റെയ്നാർഡ്. ആ റെയ്നാർഡ് അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിം, മുകളിലേക്ക് നമ്മുടെ റേവനെ നോക്കിയിരിക്കുകയാണ്. ഫോർ ദ റേവൻ ഹെൽഡ് ഇൻ ഹിസ് ഗ്രേറ്റ് ബിഗ് ബീക്ക്. നമ്മുടെ റേവന് അവൻ്റെ വലിയ ചുണ്ടിൽ എന്താ വെച്ചിട്ടുണ്ടെന്നോ? എ മോസൽ ദ ഫോക്സ് വുഡ് ഗോ ഫാർ ടു സീക്ക്. ഒരു പീസ് ഓഫ് ഫുഡ്. മോസൽ മീൻസ് ഒരു പീസ് ഓഫ് ഫുഡ്, ഒരു കഷ്ണം ആഹാര സാധനം ആ ചുണ്ടത്തിങ്ങനെ കൊരുത്ത് പിടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഫോക്സ് ദൂരേന്നേ കണ്ട് അത് അന്വേഷിച്ചാണ് അവൻ നേരെ വന്ന് ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നത്. നോക്കി, ഇവിടെ നമുക്ക് ഒരു വേർഡ് കാണാം, ബിഗ് ബീക്ക്. രണ്ട് വേർഡിൻ്റെയും തുടങ്ങുന്ന അക്ഷരം സെയിം ആണ്. ഇത് നമ്മൾ പറയുന്ന വേർഡ് പേരെന്താണെന്നറിയാമോ? അലിട്രേഷൻ എന്നാണ്. അലിട്രേഷൻ. നമ്മൾ പോയത്തിൻ്റെ പ്രത്യേകതയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫോക്സ് ഈ റേവൻ്റെ വായിലിരിക്കുന്ന ഫുഡ് നോക്കി ഇരിക്കുകയാണ്. Said the fox in admiring tone, "My word, Sir Raven, you are a handsome bird. Such feathers, if you would only sing, the birds of these woods could call you king." നോക്കി, സെഡ് ദ ഫോക്സ് ഇൻ അഡ്മറിങ് ടോൺ, വളരെ മറ്റുള്ളവരെ പുകഴ്ത്തുന്ന ശബ്ദത്തിൽ നമ്മുടെ ഫോക്സ്, പ്രശംസിക്കുന്ന ശബ്ദത്തിൽ നമ്മുടെ ഫോക്സ് എന്ത് ചെയ്തു? കുറുക്കൻ എന്താ ചെയ്തേ? നമ്മുടെ റേവനോട് പറയണം, ബലിക്കാക്കയോട് പറയണം, മൈ വേർഡ് സർ റേവൻ. നോക്കിയേ എന്ത് ബുദ്ധിമാനാണെന്ന്. അവൻ റേവനെ എന്താ വിളിച്ചിരിക്കുന്നത്? സർ. വളരെ ബഹുമാനത്തോടെ സാറെന്ന് വിളിച്ചാണ് ഓർക്കുന്നത്. യു ആർ എ ഹാൻസം ബേർഡ്. നീ വളരെ സുന്ദരനായ ഒരു ബേർഡാണ്. സച്ച് ഫെദേഴ്സ്, എത്ര ഭംഗിയുള്ള തൂവലുകളാണ് നിനക്കുള്ളത്. ഇഫ് യു വുഡ് ഒൺലി സിങ്, ദ ബേർഡ്സ് ഓഫ് ദീസ് വുഡ് കോൾ യു കിങ്. നിൻ്റെ ഈ ബ്യൂട്ടിഫുൾ ഫെദേഴ്സും ഈ നല്ല പാടാനുള്ള കഴിവും ഒക്കെ കൊണ്ട് ഈ വുഡ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ഫോറസ്റ്റ്, ഈ ഫോറസ്റ്റിലെ ബേർഡ്സ് എല്ലാം നിന്നെ രാജാവായിട്ടാണ് കാണുന്നത്. നോക്കിയേ എത്ര ഭംഗിയായിട്ടാണ് ആ കുറുക്കൻ ഫ്ലാറ്റർ ചെയ്യുന്നത്. ആ റേവനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുകഴ്ത്തുകയാണ് വെറുതെ.
നോക്കിയാൽ നമ്മൾ മുമ്പേ ബിഗ് ബീക്ക് പോലെ കണ്ട 2 വേർഡ്സാണ് ഇവിടെ ഉള്ളത്, വൂഡ്സ് ആൻഡ് വൂഡ്. രണ്ടും ഡബ്ല്യൂയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് അലിറ്റേഷൻ്റെ വേറൊരു എക്സാമ്പിളാണ് കേട്ടോ. കണ്ടോ, ഇത് നമ്മുടെ റേവൻ്റെ പിക്ചറാണ്. ഈ റേവനും സാധാരണ ക്രോയും തമ്മിൽ കണ്ടോ ഈ വ്യത്യാസമുണ്ട്. സാധാരണ ക്രോസ് ഇത്ര മാത്രം ഉണ്ടാവും, പക്ഷേ റേവൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബീക്സ് ഉണ്ടോ, ബീക്സ് വലുതാണ്, അതിൻ്റെ ഹെഡിൻ്റെ ഭാഗം വലുതാണ്, ഫെദേഴ്സൊക്കെ കണ്ടോ കുറേയേറെ വ്യത്യാസം ഉണ്ട്. The raven, who did not see the joke, forgot that his voice was just a croak. He opened his beak in his foolish pride, and down fell the morsel the fox had eyed. The raven who did not see the joke. ഇവൻ പറഞ്ഞ കാര്യത്തിനെ തമാശയൊന്നും നമ്മുടെ റേവൻ മനസ്സിലാക്കില്ല. എന്താ തമാശ? ഇവൻ പറഞ്ഞൊക്കെ കള്ളത്തരവാ. നമ്മുടെ റേവൻ്റെ സൗണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണോ? അല്ല. അവരുടെ ഫദേഴ്സ് കാണാൻ എന്തെങ്കിലും ഭംഗിയുണ്ടോ? അതും ഇല്ല. ചുമ്മാ വെറുതെ പറഞ്ഞാണ് ഹാൻസം ആണെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇവനൊരു തമാശ പോലെ പറഞ്ഞ കാര്യമാണെന്ന്, ഇങ്ങനെ വെറുതെ പുകഴ്ത്തി പറഞ്ഞാണെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും നമ്മുടെ റേവന് തോന്നിയില്ല. ഫോർഗോട്ട് ദാറ്റ് ഹിസ് വോയിസ് വാസ് ജസ്റ്റ് എ ക്രോക്ക്. അവൻ ശരിക്കും മറന്നു എന്താണ് അവൻ്റെ സൗണ്ട് ക്രോക്കാണ്, വെറുതെ ക്രോക്രാന്ന് അലയ്ക്കുന്ന സൗണ്ടാണെന്ന് പോലും അവന് ഓർത്തില്ല. ഹി ഓപ്പൺ ഹിസ് ബീക്ക് ഇൻ ഹിസ് ഫൂളിഷ് പ്രൈഡ്. അവൻ വളരെ അഭിമാനത്തോടെയാണ് ചിന്തിക്കുന്നത്. എന്താ ഈ ഫോക്സ്, ഈ കുറുക്കൻ വളരെ നല്ലതായിട്ട് എന്നെ ഞാൻ അത്ര വലിയ സുന്ദരനാണെന്നൊക്കെ പറഞ്ഞത് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയൊക്കെ കേട്ടിരുന്നു. സത്യത്തിൽ അത് ശരിയായിരുന്നോ? അല്ല. ആൻഡ് ഫെൽ ഡൗൺ ദ മോസൽ ദ ഫോക്സ് ഹെഡ് ആഡ്. നമ്മുടെ റേവൻ എന്ത് ചെയ്തു? എന്നാൽ ഒരു പാട്ട് പാടിയേക്കാം എന്ന് വിചാരിച്ച് അവൻ എന്ത് ചെയ്തു? അവൻ്റെ ബീക്ക്, അവൻ്റെ ചുണ്ടുകൾ, കൊക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്തു. നമ്മുടെ ചുണ്ടയിൽ എന്തിരിപ്പുണ്ടായിരുന്ന വലിയ ബിഗ് ബീക്കിൽ ഒരു പീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? താഴെ പോയി. അത് നോക്കിയിട്ടാണ് നമ്മുടെ ഫോക്സ് ഇത്രയും നേരം അവനെ വെറുതെ ഫ്ലാറ്റർ ചെയ്ത് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നത്. Ha ha, laughed the fox, and now you know, ignore sweet words that make you glow. Pride, my friend, is rather unwise. I am sure this teaching a quite a surprise. Ha ha, laughed the fox. ഈ ഫുഡ് താഴെ വേണപ്പോൾ നമ്മുടെ ഫോക്സ് കുറുക്കൻ ഭയങ്കരമായിട്ട് ചിരിച്ചു. And how you know, ignore sweet words that you make you glow. നിന്നെ എങ്ങനെ വെറുതെ പറയുന്ന, ഇങ്ങനെ വെറുതെ പുകഴ്ത്തി പറയുന്ന സ്വീറ്റ് വേർഡ്സ്, ഇങ്ങനെ വെറുതെ പുകഴ്ത്തി പറയുന്ന മധുരമുള്ള ശബ്ദമൊക്കെ നീ ഇഗ്നോർ ചെയ്യുക. ഇഗ്നോർ എന്ന് പറഞ്ഞാൽ എന്താ? നീ മൈൻഡ് ചെയ്യണ്ട. അല്ലെങ്കിൽ എന്ത് പറ്റും? പ്രൈഡ്, ഭയങ്കര അഭിമാനമായിരുന്നു അവനല്ലേ. അഹങ്കാരത്തോടാണ് ചിന്തിച്ചത്. എൻ്റെ ശബ്ദം വളരെ നല്ലതാണ്, എന്നെ കാണാൻ ഭയങ്കര സുന്ദരനാണ് എന്നൊക്കെ നമ്മുടെ റേവൻ വളരെ അഭിമാനത്തോടെ അഹങ്കാരത്തോടെയൊക്കെയാണ് ചിന്തിച്ചത്. അപ്പോൾ പറയാണ് ഈ ഫോക്സ് പറയാണ്, പ്രൈഡ് മൈ ഫ്രണ്ട് ഈസ് റാദർ അൺവൈസ്. ഐ എം ഷുവർ ദിസ് ടീച്ചിങ് ഈസ് ക്വൈറ്റ് എ സർപ്രൈസ്. ഇങ്ങനെ വെറുതെ അഹങ്കാരത്തോടെ അല്ലെ അഭിമാനത്തോടൊന്നും നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മറ്റുള്ളവർ പറയുന്ന വെറുതെ പുകഴ്ത്തുന്നൊന്നും കേൾക്കരുത്. കേട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റും. ഈ അബദ്ധം നിനക്കൊരു ക്വൈറ്റ് സർപ്രൈസ് ആണ്. ദിസ് ടീച്ചിങ് ഈസ് ക്വൈറ്റ് എ സർപ്രൈസ്. ഈ പാഠം നിനക്കൊരു സർപ്രൈസ് ആയിരിക്കും. എന്താ കാര്യം? അവനൊരു സർപ്രൈസ് ആയിപ്പോയതിന കാര്യം? ഫുഡ് ഒരിക്കലും നമ്മുടെ റേവൻ ചിന്തിച്ചിട്ടില്ല അവൻ്റെ വായിലിരിക്കുന്ന ഫുഡ് താഴെ പോകുമെന്നല്ലേ. ഒരു അത്ഭുതമായിരിക്കും, സർപ്രൈസാണ്. അവന് സർപ്രൈസായിട്ടാണ് അവൻ്റെ ഫുഡ് താഴെ പോയി അത് ഫോക്സ് എടുത്തിട്ട് പോയത്. ഇപ്പം എന്താണ് ഈ പോയത്തിൻ്റെ മോറൽ? നമ്മളൊരിക്കലും ഒരാൾ പറയുന്ന ഫ്ലാറ്ററിങ്ങിൽ വീഴരുത്. നമ്മളൊരിക്കലും എന്ത് ചെയ്യരുത്? മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് അപകടങ്ങളിൽ ചെന്ന് ചാടരുത്. പോയറ്റിൻ്റെ പേര് ജീൻ ഡി ലാ ഫോണ്ടെയിൻ എന്നാണ് കേട്ടോ. അദ്ദേഹം ഒരു ഫ്രഞ്ച് പോയറ്റാണ്. 17th സെഞ്ച്വറിയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറീസൊക്കെ ഇതുപോലത്തെ ഉള്ളതാണ്. ഇപ്പോഴും വളരെ ഫേമസ് ആയിട്ട് കുട്ടികൾക്കിടയിൽ പറയുന്ന സ്റ്റോറീസൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റാൻസ 1 ഓരോ സ്റ്റാൻസിലും വരുന്നതാണ്. മിസ്റ്റർ റേവൻ ഈസ് എ ബേർഡ്. റേവൻ എന്താണ്? ഒരു ബേർഡാണ്. ഇപ്പോൾ നമ്മൾ ഈ ഫില്ലപ്പിലേക്ക് എഴുതണം കേട്ടോ. ദ നെയിം ഓഫ് ദ ഫോക്സ് ഈസ് റെയ്നാർഡ്. മിസ്റ്റർ റേവൻ ആൻഡ് ഡാഷ് ഇൻ ഹിസ് ബീക്ക്. നമ്മുടെ റേവൻ്റെ കയ്യിൽ എന്തായിരുന്നു ബീക്കിലുണ്ടായിരുന്നേ, ചുണ്ടിലുണ്ടായിരുന്നത്? എ പീസ് ഓഫ് ഫുഡ്. ദ ഫോക്സ് കോൾസ് ദ റേവൻ
ഗുഡ് ലുക്കിംഗ്. നമ്മുടെ റേവനെ ഫോക്സ് എങ്ങനെ വിളിച്ചേ? സുന്ദരൻ എന്നാണ് വിളിച്ചത്. ദ ഫോക്സ് ആസ്ക് ദ റേവൻ ടു സിങ്. അവൻ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? സിങ് ചെയ്യാനാണ്, പാട്ട് പാടാനാണ് പറയുന്നത്. ദ റേവൻ ആൻഡ് ദ ഫോക്സ് ലിവ് ഇൻ ദ ട്രീസ് ഓർ വുഡ്സ്. വുഡ്സ് ഫോറസ്റ്റ് എന്നുള്ള അർത്ഥമാണ് വുഡ്സ്, WOODS. റേവനും ഫോക്സും വുഡ് ഫോറസ്റ്റിലാണ് താമസിച്ചിരുന്നത്. ദ റേവൻ ഡാഷ് ദാറ്റ് ക്രോക്ഡ്. റേവൻ എന്താണ് ചെയ്തത്? അവൻ്റെ സൗണ്ട് ക്രോക്ഡ് ആണെന്നുള്ള കാര്യം മറന്നുപോയി, ഫോർഗോട്ട്. ദ റേവൻ ഓപ്പൺ ഹിസ് ബീക്ക് ആൻഡ് സിങ്. എന്താ ചെയ്തു അവന്? ബീക്ക് തുറന്ന് പാട്ടുപാടി. ദ ഫുഡ് ഫെൽ ഡൗൺ. എന്താ പറ്റി? ഫുഡ് താഴെപ്പോയി. ദ ഫോക്സ് ലാഫ്ഡ് എന്ന് പറഞ്ഞാൽ പരിഹസിച്ചു എന്നാണ്. റേവനെ ഫോക്സ് പരിഹസിച്ചു. ഇറ്റ് ഈസ് നോട്ട് വൈസ് ടു ബി പ്രൗഡ് ഓഫ് വൺ സെൽഫ്. തന്നെത്താനെ ഇങ്ങനെ വെറുതെ അഭിമാനിക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. ദ റേവൻ ലേൺ എ ലെസൺ. നമ്മുടെ റേവൻ എന്ത് ചെയ്തു? ഒരു ലെസൺ പഠിച്ചു, ഒരു പാഠം പഠിച്ചു. Read the following lines and answer the question that follow. Sir Raven, you are handsome bird. Such feathers, if you would only sing, the birds of these woods would call you king. നമ്മുടെ ഫോക്സ് റേവനെ കുറിച്ച് പറയാനാണ്. നീ വളരെ ഹാൻസം ആണ്, നിനക്ക് നന്നായിട്ട് പാടാൻ പറ്റും, നിൻ്റെ ഫെതേഴ്സൊക്കെ വളരെ മനോഹരമാണ്. അപ്പോൾ സച്ച് ഫെതേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന്? ഷൈനി ആൻഡ് ബ്യൂട്ടിഫുൾ, ബ്ലാക്ക് ആൻഡ് ഡൽ, ഗ്രേ ആൻഡ് ലോങ്, ഷോർട്ട് ആൻഡ് അൺഅട്രാക്റ്റീവ്. അപ്പോൾ എന്താണ് സച്ച് ഫെതേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഷൈനി ആൻഡ് ബ്യൂട്ടിഫുൾ എന്നാണ്. സത്യത്തിൽ അത് ഷൈനി ആൻഡ് ബ്യൂട്ടിഫുൾ ഒന്നും അല്ല നമ്മുടെ റേവൻ്റെ ഫെതേഴ്സ്, പക്ഷേ നമ്മുടെ ഫോക്സ് അങ്ങനെയാണ് പറയുന്നത് അവനോട്. വൈ വുഡ് ദ ബേർഡ്സ് ഓഫ് ദ വുഡ്സ് കോൾ റേവൻ കിങ്? റേവനെ കിങ് എന്ന് പറയുന്നതിനുള്ള കാരണം. പിന്നെ വൈ ഡസ് എ ഫോക്സ് അഡ്രസ് എ റേവൻ സർ? റേവനെ സർ എന്ന് വിളിക്കുന്നതിന് കാരണം. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് പിന്നെ പ്രിൻ്റഡ് ആയിട്ട് നമുക്ക് നോക്കാമേ. താഴത്തിലേക്ക് പോവാണേ. ദ റേവൻ ഹു ഡിഡ് നോട്ട് സീ ദ ജോബ് ഫോർഗട്ട് ദാറ്റ് ഹിസ് വോയിസ് വാസ് ജസ്റ്റ് എ ക്രോക്ക്. ഹി ഓപ്പൺ ഹിസ് ബീക്ക് ഇൻ ഹിസ് ഫോളിഷ് പ്രൈഡ്. എന്താണ് ഈ റേവന് ഫോക്സ് പറഞ്ഞതിന് അതിലെ തമാശകളൊന്നും മനസ്സിലായില്ല. പക്ഷെ അവൻ അതൊക്കെ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്തു? അവൻ്റെ സൗണ്ട് ക്രോക്കാണെന്ന് പോലും ഓർക്കാതെ അവൻ്റെ ബീക്ക് അവൻ തുറന്നു. വൈ ഡിഡ് റവൻ ഓപ്പൺ ഹിസ് ബീക്ക്? എന്തിനാണ് അവൻ ഓപ്പൺ ചെയ്തത്? ടു സിങ് അല്ലേ? അവന് പാട്ട് പാടാൻ വേണ്ടിയിട്ടായിരുന്നു. ടു സിങ്, നല്ലൊരു പാട്ട് പാടാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് വിത്ത് വൺ വേർഡ് ഫ്രം ദ ഗിവൻ ലൈൻ. ക്ലവർ. ഫോക്സ് ക്ലവർ. റേവൻ എന്താണ്? അവനൊരു ഫൂളിഷ് ആയിരുന്നു. ഫൂളിഷ് സ്പെല്ലിംഗ് ഉണ്ട് ഇവിടെ, ഫൂളിഷ്. ഇനി നമുക്ക് അതിൻ്റെ ഓരോന്നിനെ ക്വസ്റ്റ്യൻസ് നോക്കാമേ. വൈ വുഡ് ദ ബേർഡ്സ് ഓഫ് ദ വുഡ് കോൾ റേവൻ കിങ്? റേവനെ എന്താണ് കിങ് എന്ന് അവിടെയുള്ള ഫോറസ്റ്റിലുള്ള ആൾക്കാർ വിളിച്ചതെന്ന് അവൻ പറഞ്ഞേ. ഇറ്റ് ഹാസ് വെരി ബ്യൂട്ടിഫുൾ ഫെതേഴ്സ് ആൻഡ് ഹീ കുഡ് സിങ് ബ്യൂട്ടിഫുള്ളി. അവന് നല്ല ഫെതേഴ്സും പിന്നെ അതുപോലെ നന്നായിട്ട് പാടാനും കഴിയുമായിരുന്നു. വൈ ഡസ് എ ഫോക്സ് അഡ്രസ് റേവൻ സർ? റേവൻ എന്തിനാണ് സർ എന്ന് അവനെ വിളിച്ചത്? ഫോക്സ് എന്തിനാണ് റേവനെ സർ എന്ന് വിളിച്ചത്? ടു മേക്ക് ഹിം വെരി പ്രൗഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ടു മേക്ക് ഹിം വെരി പ്രൗഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ഇവൻ വളരെ അഭിമാനത്തോടു കൂടി നമ്മുടെ റേവന് അല്പം അഹങ്കാരമൊക്കെ തോന്നട്ടെ എന്ന് വിചാരിച്ചാണ് വിളിച്ചത്. അതായത് നമ്മൾ സാറെന്ന് വിളിക്കുന്നത് എന്താണ്? ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് പേഴ്സണെ അല്ലേ? അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫോക്സ് റേവനെ എങ്ങനെ വിളിച്ചതാണ്. ആൻഡ് വൈ ഡസ് റേവൻ ഫോർഗോട്ട് ദാറ്റ് ഹിസ് വോയിസ് ഈസ് ജസ്റ്റ് എ ക്രോക്ക്? ജസ്റ്റ് ഒരു ക്രോക്കാണ് അവൻ്റെ സൗണ്ടെന്ന് നമ്മുടെ റേവൻ ചിന്തിച്ചില്ല. എന്താ കാര്യം? റേവൻ ഫോർഗോട്ട് ഹിസ് വോയിസ് ഈസ് ജസ്റ്റ് എ ക്രോക്ക് ബിക്കോസ് ഓഫ് ഫ്ലാറ്ററി ബൈ ദ ഫോക്സ്. ഫോക്സ് പറഞ്ഞ പുകഴ്ത്തലൊക്കെ കേട്ട് അവൻ തൻ്റെ ശബ്ദത്തിൻ്റെ അവസ്ഥ പോലും മറന്നുപോയി. ഹൗ ഡസ് റെയ്നാൻ മേക്ക് ദ റേവൻ സിങ്? എങ്ങനെയാണ് അവൻ പാട്ട് പാടിച്ചത്? എങ്ങനെയാണ്? വെൻ ദ ഫോക്സ് ഫ്ലാറ്റഡ് ദ റേവൻ വിത്തൗട്ട് തിങ്കിങ് ഹി സഡൻലി ഓപ്പൺ ഹിസ് മൗത്ത് ആൻഡ് സ്റ്റാർട്ടഡ് ടു സിങ്. നമ്മുടെ ഫോക്സിൻ്റെ ഫ്ലാറ്ററി കേട്ടിട്ട് റേവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് വാ തുറന്ന് പാട്ട് പാടി. വൈ ഡസ് റെയ്നാൻ സേ ദ പ്രൈഡ് ഈസ് നോട്ട് വൈസ്? പ്രൈഡ് അത്ര നല്ല കാര്യമല്ലെന്ന് അവൻ എന്താണ് പറഞ്ഞത്? ബിക്കോസ് ഓഫ് ദ പ്രൈഡ് റേവൻ ലോസ് ഹിസ് ഫുഡ്. പ്രൈഡ് കൊണ്ട് എന്ത് പറ്റി? നമ്മുടെ റേവൻ അവൻ്റെ ഫുഡ് നഷ്ടപ്പെട്ടു.
ഗിവ് വൺ റീസൺ വൈ ദ ടീച്ചിങ് ഈസ് ക്വൈറ്റ് എ സർപ്രൈസ്. ഇതൊരു സർപ്രൈസ് ആയിട്ടുള്ള ടീച്ചിങ് ആയിപ്പോയെന്ന് എങ്ങനെയാണ് അവന് മനസ്സിലായത്. റേവൻ നെവർ തിങ്ക് ദാറ്റ് ഹീ വിൽ ലോസ് ഹിസ് ഫുഡ്, അല്ലേ? അവൻ ഒരിക്കലും ചിന്തിച്ചില്ല, നെവർ, NEVER, അവൻ ഒരിക്കലും ചിന്തിച്ചില്ല അവൻ ആ ഫുഡ് നഷ്ടപ്പെടുമെന്നല്ലേ. ഇനി ആരെങ്കിലും ഇമാജിൻ സമൺ പ്രൈസസ് യു ടു മച്ച്, ഹൗ വുഡ് യു റിയാക്ട്? നിങ്ങൾ ഒരാൾ വെറുതെ പുകഴ്ത്തുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് തിങ്ക് വെൽ ആൻഡ് റിയാക്ട്. ഒരിക്കലും വെറുതെ കയറി റിയാക്ട് ചെയ്യില്ല, നമ്മൾ നല്ലപോലെ ആലോചിച്ചിട്ടേ അതിന് മറുപടി കൊടുക്കാവും. ഇനി നമുക്ക് ഈ പല സ്റ്റാൻസിലായിട്ട് പഠിച്ച കുറച്ച് റൈമിങ് വേർഡ്സിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. റൈമിങ് വേർഡ്സ് ഒരുപോലെ പറയുന്ന വാക്കുകൾ. ലിംബ്, ഹിം, ഇത് നമ്മൾ ആ പോയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാമേ. നമുക്ക് ആ പോയത്തിലേക്കൊന്ന് പോയി നോക്കാം. ഈ റൈമിങ് വേർഡ്സ്: ലിംബ്, ലിം, ഹിം, ബീക്ക്, സീക്ക്, വേർഡ്, ബേർഡ്, സിങ്, കിങ്. അപ്പം ഇങ്ങനെ ലാസ്റ്റിൽ നമ്മൾ ഒരുപോലെ പറയുന്നത്, പ്രൊനൗൺസിയേഷൻ ഒരുപോലെ പറയുന്നതാണ് നമ്മൾ റൈമിങ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇനിയിപ്പോൾ അവിടെ എഴുതേണ്ടത്. നോക്കുക ഓരോന്നായിട്ട്. ലിം, ഹിം തന്നിട്ടുണ്ട്. പിന്നെന്താ അതിൻ്റെ കൂടെ ഉള്ളത്? ബീക്ക്, സീക്ക്. സ്റ്റാൻസിൽ നിങ്ങൾ നോക്കിയാൽ മതി. ബീക്ക്, സീക്ക്, ഇത് രണ്ടും അതിനകത്ത് വരുന്നത്. അതുപോലെ വേർഡ്, വേർഡിന് പകരം ബേർഡ്, 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 BEIRD, ബേർഡ്. അതുപോലെ ആ സ്റ്റാൻസിൽ തന്നെ വരുന്നതാണ് സിങ്, കിങ്, SING, സിങ്, കിങ്. ഇനി മൂന്നാമത്തെ സ്റ്റാൻസിൽ വരുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ സ്റ്റാൻസിൽ ജോക്ക്, ജോക്ക് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്നതാണ് ക്രോക്ക്, CROAK. പിന്നെ അതുപോലെ പ്രൈഡ്, ഐഡ്, PRIDE, പ്രൈഡ്, ഐഡ്, EYED, ഐഡ്. പിന്നെ അതുപോലെ ലാസ്റ്റിലത്തെ ന്യൂ, ന്യൂ, അതിൻ്റെ കൂടെ വരുന്നത് ഗ്ലോ, GLOW. പിന്നെ അതുപോലെ എന്താണ് വരുന്നത്? അൺവൈസ്, സർപ്രൈസ്, അൺവൈസ്, സർപ്രൈസ്. ഇത്രയുമാണ് നമുക്കവിടെ കിട്ടുന്ന റൈമിങ് വേർഡ്സാണ്. ഇനി സ്റ്റഡി ദ അണ്ടർലൈൻ വേർഡ്സ് ഇൻ ദ poem. For the raven held in his great big beak. The word big beak begin with B sound. The song of sweet birds. ഇവിടെയും എസ് അടുപ്പിച്ച് വരുന്ന രണ്ട് വേർഡിലും സെയിം ആൽഫബറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ അലിട്രേഷൻ എന്നാണ് പറയുന്നത്. അലിട്രേഷൻ ഈസ് എ റെപ്പിറ്റേഷൻ ഓഫ് കൺസണന്റ് സൗണ്ട്സ് ഇൻ ദ ബിഗിനിങ് ഓഫ് എ വേർഡ് വിച്ച് 2 or more വേർഡ്സ് ടുഗദർ ബിഗിൻ വിത്ത് ദ സെയിം സൗണ്ട്. ഇറ്റ് ഈസ് കോൾഡ് അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുപ്പിച്ച് വരുന്ന വാക്കുകളിലെ കൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റാർട്ടിങ് ലെറ്റർ കൺസണൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻസ 2ൽ നിന്നും അലിട്രേഷൻ എടുക്കാൻ പറയുന്നുണ്ട്. അതായത് സ്റ്റാൻസ 2ൻ്റെ ലാസ്റ്റ് വേർഡ് നമ്മൾ വുഡ്, ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും W ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് സ്റ്റാൻസ 2ലുള്ളത്. നിങ്ങൾ പോം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുമേ. ചൂസ് എ കറക്റ്റ് ഓപ്പോസിറ്റ്സ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ് ഓപ്പോസിറ്റ്സ് നോക്കണം. പേർച്ചിഡ് എന്ന് പറഞ്ഞാൽ പറന്ന് വന്നിരിക്കുക. ഫ്ലൂ എന്ന് പറഞ്ഞാൽ പറന്നു പോകുക. ഫോർഗട്ട്, റിമെമ്പേർഡ്. ഫൂളിഷ്, വൈസ്, അല്ലേ? വൈസ്. പ്രൈഡ് എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിലിറ്റി. ആൻഡ് ലാഫ്ഡ്, ക്രൈഡ്. Then ignore, notice. Then glow, dim. ഇത്രയുമാണ് ഉള്ളത്. അടുത്തത് let us listen. You will listen what the crow did after the lost his food. Are you listen? ഇനി നോക്കി, ഈ ക്രോയുടെ കയ്യിൽ നിന്ന് ഫുഡ് പോയി കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? The crow was unhappy that he lost the food. ട്രൂ അല്ലേ? അതെ, ട്രൂ ആണേ. Then the crow thought that his lovely feathers made him smart. എന്താണ് ഈ ക്രോ എങ്ങനെയാണ് ചിന്തിച്ച് കഴിയുന്നത്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓർ ഫോൾസ് ആണെന്ന് എഴുതേണ്ടത്. വാട്ട് ദ ക്രോ ഡിഡ് ആഫ്റ്റർ ലോസ് ഹിസ് ഫുഡ്.
അവൻ്റെ ഫുഡ് നഷ്ടപ്പെട്ട ശേഷം എന്ത് ചിന്തിച്ചു എന്നാണ്. ദ ക്രോ തോട്ട് ദാറ്റ് ഹിസ് ലവ്ലി ഫെദേഴ്സ് മേഡ് ഹിം സ്മാർട്ട്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും അവൻ? ഒരിക്കലും അവൻ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയില്ല അല്ലേ. ദ ക്രോ വാണ്ടഡ് ടു ടെൽ ഹിസ് ഫ്രണ്ട്സ് നോട്ട് ടു ബി പ്രൗഡ് ആയിരിക്കരുതെന്നാണ് അവൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. നറേറ്റ് ദ പോയം ഇൻ ദ ഫോം ഓഫ് ദ സ്റ്റോറി, ഗീവ് ഡിഫറെൻറ്റ് എൻഡിങ്. ഇനി ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് എൻഡിങ് കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ദിസ് ഈസ് ദ സ്റ്റോറി അബൌട്ട് എ ക്ലവർ ഫോക്സ് നെയിംഡ് റെയ്നാർഡ് ആൻഡ് മിസ്റ്റർ റേവൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ എൻഡിങ് വ്യത്യാസപ്പെടുത്തി. അതായത് ഈ റേവന് ഫുഡ് നഷ്ടപ്പെടുത്താതിരിക്കുന്ന രീതിയിൽ ഒരു സ്റ്റോറി ഉണ്ടാക്കാനാണ് പറയുന്നത്. ലെറ്റസ് റൈറ്റ് ദ സ്റ്റോറി യു നറേറ്റഡ് ഇൻ ദ ഫോം ഓഫ് കൺവെർസേഷൻ. ഒരു കൺവെർസേഷനായിട്ട് നിങ്ങൾ എഴുതാനാണ് പറയുന്നത്. അതായത് റെയ്നാർഡിൻ്റെ റേവൻ്റെ കൺവെർസേഷനായിട്ട് എഴുതാമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റിലായിട്ട് ഒരു ഒറിഗാമി എന്ന് പറയുന്നത് ആർട്ട് ഓഫ് ഫോൾഡിങ് ഒബ്ജക്ട്സ് ഔട്ട് ഓഫ് ദ പേപ്പർ. അതായത് പേപ്പർ ഉപയോഗിച്ചുണ്ടാകുന്ന ചെറിയ പപ്പറ്റ് പോലെയുള്ളതിനെയാണ് നമ്മൾ ഒറിഗാമി എന്ന് പറയുന്നത്. ഈ ജാപ്പനീസ് ടെക്നോളജി അല്ല ജപ്പാൻകാരുടെ ഒരു രീതിയാണ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന പപ്പറ്റ്സിനാണ് നമ്മൾ ഒറിഗാമി എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റോറി ഇവിടെ തീരുക കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ ദ റേവൻ ആൻഡ് ദ ഫോക്സ് എന്നുള്ളതിൻ്റെ നമുക്ക് ഒരു എൻഡ് മാറ്റി എഴുതാവുന്ന സ്റ്റോറിയെക്കുറിച്ചും പിന്നെ അതുപോലെ നമ്മൾ ട്രൂ ഓർ ഫോൾസ് ചെയ്തത് ഇതിനെ ബേസ് ചെയ്തിട്ട് കേട്ടോ. അതായത് ഈ ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ്. എല്ലാവരും നോക്കുക കേട്ടോ. ഇവിടെ നമ്മുടെ ലെസൺ തീരുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.